നമസ്കാരം, വെൽക്കം ടു വോക്കാസ്പീഡിയ. ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സിൽ നെഹ്റു ട്രോഫി വള്ളംകളി 2025 കുറിച്ചാണ് ഈ ഒരു ക്ലാസ് നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം, എല്ലാ വർഷവും പരീക്ഷകൾക്ക് ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് നെഹ്റു ട്രോഫി. ഇപ്പൊ 2025 നെഹ്റു ട്രോഫിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ പോയിന്റ്സും ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുകയാണ്. 2025 നടന്നത് നെഹ്റു ട്രോഫിയുടെ എത്രാമത്തെ എഡിഷൻ ആണ്? ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ക്വസ്റ്റൻ ആണ്. 71ാമത്തെ എഡിഷൻ. പലപ്പോഴും സ്റ്റേറ്റ്മെന്റിലോ ഡയറക്റ്റോ അല്ലെങ്കിൽ 2025 ജേതാക്കൾ ആര് എന്നതിന് പകരം 71ാം എഡിഷനിലെ ജേതാക്കൾ ആര്, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ 2025 നടന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ എത്രാമത്തെ എഡിഷൻ ആണ്? 71ാമത്തെ എഡിഷൻ. ഭാഗ്യചിഹ്നം കാത്തു, അതായത് കളിവള്ളം തുഴയുന്ന ഒരു കാക്ക തമ്പുരാട്ടിയാണ്. അതിന് പേര് കൊടുത്തു കാത്തു എന്നായിരുന്നു. അപ്പോൾ 2025 നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? കാത്തു, ഒരു കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന ഒരു കാക്ക തമ്പുരാട്ടിയായിരുന്നു അത്. ഇനി 2025 നെഹ്റു ട്രോഫി ഉദ്ഘാടനം ചെയ്തത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ആയിരുന്നു. ആരായിരുന്നു ഉദ്ഘാടകൻ? PA മുഹമ്മദ് റിയാസ്. മാസ് ഡ്രിൽ ഫ്ലാഗ് ഓഫ് ചെയ്തത് രാജേഷ് കുമാർ ഇന്ദുകാന്ത് മോദി. രാജേഷ് കുമാർ ഇന്ദുകാന്ത് മോദി, അദ്ദേഹം സിംബാബ്വേയുടെ ഡെപ്യൂട്ടി മിനിസ്റ്റർ ആണ്. രാജേഷ് കുമാർ ഇന്ദുകാന്ത് മോദി. ഈ മാസ് ഡ്രിൽ എന്ന് പറഞ്ഞാൽ ഈ നെഹ്റു ട്രോഫി ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഈ നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുന്ന എല്ലാ വള്ളങ്ങളും ചേർന്നുള്ള ഒരു ഘോഷയാത്രയാണ്. കാണാൻ നല്ല രസമാണ്. അതിനെയാണ് നമ്മൾ മാസ് ഡ്രിൽ എന്ന് പറയുന്നത്. 2025 നെഹ്റു ട്രോഫി നടന്നത് 2025 ഓഗസ്റ്റ് 30-നാണ്. എന്നാണ് നടന്നത്? 2025 ഓഗസ്റ്റ് 30. അപ്പോൾ 2025 നടന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ എത്രാമത്തെ എഡിഷൻ ആണ്? 71ാം എഡിഷൻ. 2025 നടന്ന നെഹ്റു ട്രോഫി വള്ളംകളിയുടെ എത്രാമത്തെ എഡിഷൻ ആണ്? 71. ഭാഗ്യചിഹ്നം എന്താണ്? കാത്തു, അത് കളിവള്ളം തുഴയുന്ന കാക്ക തമ്പുരാട്ടിയാണ്. ഉദ്ഘാടകൻ ആരാണ്? PA മുഹമ്മദ് റിയാസ്. മാസ് ഡ്രിൽ ഫ്ലാഗ് ഓഫ് ചെയ്ത ആരാണ്? രാജേഷ് കുമാർ ഇന്ദുകാന്ത് മോദി. ആരാണ്? രാജേഷ് കുമാർ ഇന്ദുകാന്ത് മോദി. അദ്ദേഹം സിംബാബ്വേയുടെ ഡെപ്യൂട്ടി മിനിസ്റ്റർ ആണ്. ഇനി 2025 നെഹ്റു ട്രോഫി നടന്ന തീയതി 2025 ഓഗസ്റ്റ് 30. ഇനി ജേതാക്കൾ വിയ്യപുരം ചുണ്ടൻ. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. 71ാം എഡിഷൻ ഭാഗ്യചിഹ്നം, അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള പോയിന്റ് ഇതാണ്. ജേതാക്കൾ ആരാണ്? വിയ്യപുരം ചുണ്ടൻ. ജേതാക്കൾ വിയ്യപുരം ചുണ്ടൻ. ക്ലബ്ബ് വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗിരി. ഏത് ക്ലബ്ബാണ്? വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗിരി. വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗിരി. ക്യാപ്റ്റൻ ബിഭി വർഗീസ് പുല്ലുക്കാട്ട്. ആരാണ് ക്യാപ്റ്റൻ? ബിഭി വർഗീസ് പുല്ലുക്കാട്ട് ആണ് ക്യാപ്റ്റൻ. അപ്പൊ ശ്രദ്ധിച്ചോണം, ജേതാക്കൾ ആരാണ്? വിയ്യപുരം ചുണ്ടൻ. ജേതാക്കൾ വിയ്യപുരം ചുണ്ടൻ. ക്ലബ്ബ് വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗിരി. വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗിരി. ക്യാപ്റ്റൻ ബിഭി വർഗീസ് പുല്ലുക്കാട്ട്. ഫിനിഷിംഗ് ടൈം 4.21.084 മിനിറ്റിനാണ്. 4 മിനിറ്റ് 21 സെക്കൻഡ് പിന്നെ 0.84 മൈക്രോ സെക്കൻഡ്സിലാണ് ഇവർ ഫിനിഷ് ചെയ്തത്. വില്ലേജ് ബോട്ട് ക്ലബ്ബ് VBC കൈനഗിരി എന്ന് പറയും. വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗിരി, VBC കൈനഗിരി. VBC കൈനഗിരിയുടെ 3ാമത്തെ കിരീടമായിരുന്നു ഇത്. മുൻപ് 1986-ലും 87-ലും അവർ കിരീടം നേടിയിരുന്നു. അപ്പോൾ 2025 നെഹ്റു ട്രോഫി ജേതാക്കൾ ആരാണ്? വിയ്യപുരം ചുണ്ടൻ. ആരാണ്? വിയ്യപുരം ചുണ്ടൻ. ക്ലബ്ബ് ഏതാണ്? വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗിരി. ക്യാപ്റ്റൻ ബിഭി വർഗീസ് പുല്ലുക്കാട്ട്. ഫിനിഷിംഗ് ടൈം 4 മിനിറ്റ് 21 സെക്കൻഡ്, അതേപോലെ 0.84. അത്രയും ടോട്ടൽ ടൈം നമ്മൾ മിനിറ്റ് ചേർത്താണ് പറയുന്നത്. വില്ലേജ് ബോട്ട് ക്ലബിന്റെ 3ാം കിരീടമാണിത്. 1986-ലും 87-ലും മുൻപ് കിരീടം നേടിയിരുന്നു. 2ാം സ്ഥാനം നടുംഭാഗം ചുണ്ടനാണ്. അപ്പൊ ഈ വിവിധ ഹിറ്റ്സിലായിട്ട് മത്സരം നടന്നിട്ട് അവസാനം ഫൈനൽ 4 ചുണ്ടൻ വള്ളങ്ങളാണ് പങ്കെടുക്കുന്നത്. അപ്പൊ ഈ 4ഉം ഏതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കും കേട്ടോ. അവസാന ഫൈനൽ റൗണ്ടിൽ പങ്കെടുത്ത ചുണ്ടൻ വള്ളങ്ങൾ ഏതൊക്കെയാണെന്ന്. ഒന്ന്, നമ്മൾ ഓൾറെഡി ജേതാക്കളുടെ പേര് പറഞ്ഞു, വിയ്യപുരം ചുണ്ടനാണ്. 2 നടുംഭാഗം ചുണ്ടൻ. 3 മേൽപ്പാടം ചുണ്ടൻ. 4 നിരണം ചുണ്ടൻ. ഈ 4 ടീമുകളാണ് ഫൈനലിൽ വന്നത്. 2ാം സ്ഥാനം ലഭിച്ചത് നടുംഭാഗം ചുണ്ടനാണ്. പുന്നമട ബോട്ട് ക്ലബ്ബാണ് അത് തുഴഞ്ഞത്. 3ാം സ്ഥാനം ലഭിച്ചത് മേൽപ്പാടം ചുണ്ടനാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്, PBC എന്ന് വിളിക്കുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് അത് തെരഞ്ഞത്. 4ാം സ്ഥാനം ലഭിച്ചത് നിരണം ചുണ്ടനാണ്. നിരണം ബോട്ട് ക്ലബ്ബ് തന്നെയാണ് നിരണം ചുണ്ടൻ തുഴയുന്നത്. അപ്പൊ ഫൈനൽ റൗണ്ടിലെത്തിയ 4 വള്ളങ്ങളാണ് വിയ്യപുരം ചുണ്ടൻ, നടുംഭാഗം ചുണ്ടൻ, മേൽപ്പാടം ചുണ്ടൻ, നിരണം ചുണ്ടൻ. ഇത് ശ്രദ്ധിച്ചോണം കേട്ടോ. ഈ പേരുകൾ വെച്ചിട്ട് ഓപ്ഷൻ അതിൽ നമുക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. ഫൈനൽ റൗണ്ടിൽ മത്സരിച്ച 4 എണ്ണത്തിൽ പെടാത്ത എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. വിയ്യപുരം ഉണ്ട്, നടുഭാഗം ഉണ്ട്, മേൽപ്പാടം ഉണ്ട്, നിരണം ചുണ്ടനുണ്ട്. അതിൽ 2ാം സ്ഥാനം ലഭിച്ച ആർക്കാണ്? നടുംഭാഗം ചുണ്ടനാണ്. 2ാം സ്ഥാനം ലഭിച്ച ആർക്കാണ്? നടുംഭാഗം ചുണ്ടനാണ്. പുന്നമട ബോട്ട് ക്ലബ്ബാണ് അത് തുഴഞ്ഞത്. 3ാം സ്ഥാനം ലഭിച്ചത് മേൽപ്പാടം ചുണ്ടനാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് അത് തെരഞ്ഞത്. 4ാം സ്ഥാനം ലഭിച്ചത് നിരണം ചുണ്ടനാണ്. അത്രയും പോയിന്റ്സ് നമ്മൾ പഠിക്കണം.
അപ്പോൾ നെഹ്റു ട്രോഫിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ് പെടുന്നത്. 71 എഡിഷൻ, ഭാഗ്യചിഹ്നം കാത്തു എന്ന കളിവള്ളം തുഴയുന്ന കാക്കത്തമ്പുരാട്ടിയാണ്. ഉദ്ഘാടനം ചെയ്തത് PA മുഹമ്മദ് റിയാസ് ആണ്. മാസ്റ്ററിൽ ഫ്ലാഗ് ഓഫ് ഉദ്ഘാടനം ചെയ്തത് രാജേഷ് കുമാർ ഇന്ദുകാന്ത് മോദിയാണ്. 2025 ഓഗസ്റ്റ് 30-നാണ് ഇത്തവണ നെഹ്റു ട്രോഫി നടന്നത്. ജേതാക്കളായത് വിയപുരം ചുണ്ടനാണ്. വിയപുരം ചുണ്ടൻ തുഴയുന്ന ക്ലബ്ബ് വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരി. ക്യാപ്റ്റൻ ബിപി വർഗീസ് പുല്ലുക്കാട്ടാണ്. അതേപോലെ വില്ലേജ് ബോട്ട് ക്ലബിന്റെ 3ാമത്തെ കിരീടമാണ് ഇത്. 2ാം സ്ഥാനം നടുഭാഗം ചുണ്ടൻ പുന്നമട ബോട്ട് ക്ലബ്ബ്. 3ാം സ്ഥാനം മേൽപ്പാടം ചുണ്ടൻ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. 4ാം സ്ഥാനം നിരണം ചുണ്ടൻ. നെഹ്റു ട്രോഫി കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിക്കുന്നത് ആലപ്പുഴ ജില്ലാ കളക്ടറാണ്. അതേ സമയത്ത് ആലപ്പുഴ ജില്ലാ കളക്ടറാണ് നെഹ്റു ട്രോഫി കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിക്കുന്നത്. ഇനി 2024 തൊട്ട് ബാക്കിലെ കൂടി നമ്മൾ പഠിച്ചിരിക്കണം. 2024 നെഹ്റു ട്രോഫി ജേതാക്കൾ കാരിച്ചാൽ ചുണ്ടനായിരുന്നു. അത് പലാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് തുഴഞ്ഞത്. 2024 നെഹ്റു ട്രോഫി ആർക്കായിരുന്നു? കാരിച്ചാൽ ചുണ്ടനായിരുന്നു 2024 നെഹ്റു ട്രോഫി. കാരിച്ചാൽ ചുണ്ടൻ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. നെഹ്റു ട്രോഫിയുടെ വേദി പുന്നമടക്കായൽ ആലപ്പുഴ. സ്ഥിരമായി പരീക്ഷ ചോദിക്കുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെഹ്റു ട്രോഫിയുടെ വേദി എവിടെയാണ്? പുന്നമടക്കായൽ ആലപ്പുഴ. നെഹ്റു ട്രോഫിയുടെ വിശേഷണം ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നാണ് നെഹ്റു ട്രോഫിയെ വിശേഷിപ്പിക്കുന്നത്. നെഹ്റു ട്രോഫി ആരംഭിച്ച വർഷം 1952. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. 1952. ആദ്യകാല പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നായിരുന്നു. 1969-ലാണ് നെഹ്റു ട്രോഫി എന്ന് പുനർനാമകരണം ചെയ്തത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നെഹ്റു ട്രോഫിയുടെ വേദി എവിടെയാണ്? പുന്നമടക്കായൽ ആലപ്പുഴ. നെഹ്റു ട്രോഫിയുടെ വേദി എവിടെയാണ്? പുന്നമടക്കായൽ ആലപ്പുഴ. നെഹ്റു ട്രോഫിയുടെ വിശേഷണം എന്താണ്? ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ്. നെഹ്റു ട്രോഫി ആരംഭിച്ച വർഷം 1952. ആദ്യകാല പേരെന്താണ്? പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. ആദ്യകാല പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. നെഹ്റു ട്രോഫി എന്ന് പുനർനാമകരണം ചെയ്ത വർഷം ഏതാണ്? 1969. പ്രഥമ നെഹ്റു ട്രോഫി ജേതാക്കളായത് നടുംഭാഗം ചുണ്ടനായിരുന്നു. പ്രഥമ നെഹ്റു ട്രോഫി ജേതാക്കളാരായിരുന്നു? നടുംഭാഗം ചുണ്ടൻ. പ്രഥമ നെഹ്റു ട്രോഫി ജേതാക്കളാരായിരുന്നു? നടുംഭാഗം ചുണ്ടൻ. ഏറ്റവും കൂടുതൽ തവണ ജേതാക്കളായത് കാരിച്ചാൽ ചുണ്ടൻ. ഏറ്റവും കൂടുതൽ തവണ ജേതാക്കളായത് ആരാണ്? കാരിച്ചാൽ ചുണ്ടനാണ്. നോർമലി നെഹ്റു ട്രോഫി നടക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ്. നമ്മളിപ്പം ഓഗസ്റ്റ് 30 എന്നൊക്കെ പറഞ്ഞു. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭം കൊണ്ടോ മറ്റ് അസൗകര്യങ്ങൾ കൊണ്ടോ മാറ്റിവെക്കപ്പെടുന്നതാണ്. നോർമലി നടക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ്. വള്ളംകളിയുടെ ട്രാക്കിന്റെ ഏകദേശ നീളം എന്ന് പറയുന്നത് ഏതാണ്ട് 1200 മീറ്റർ ആണ്. പുന്നമടക്കായലിലെ ഫിനിഷിംഗ് പോയിന്റിന് സമീപം നെഹ്റുവിന്റെ ഒരു പ്രതിമയുണ്ട്. അത് അനാച്ഛാദനം ചെയ്തത് 2012-ലാണ്. പുന്നമടക്കായലിലെ ഫിനിഷിംഗ് പോയിന്റിന് സമീപമുള്ള നെഹ്റുവിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത വർഷം 2012. ഇനി നെഹ്റു ട്രോഫി മറ്റു വള്ളംകളികളും എല്ലാം ഉൾപ്പെടുത്തി ഒരു IPL മാതൃകയിൽ കേരള ടൂറിസം വകുപ്പ് ഒരു ബോട്ട് റേസ് സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ പേരാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ്, CBL എന്ന് പറയും. കേരള ടൂറിസം വകുപ്പ് IPL മാതൃകയിൽ സംഘടിപ്പിക്കുന്ന പ്രൊഫഷണൽ ചുണ്ടൻ വള്ളംകളി പരമ്പരയാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ്, CBL എന്ന് പറയുന്നത്. ഇവിടെ നെഹ്റു ട്രോഫിയെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് പറഞ്ഞത്. നെഹ്റു ട്രോഫി വേദി എവിടെയാണ്? പുന്നമടക്കായൽ ആലപ്പുഴ. നെഹ്റു ട്രോഫിയുടെ വിശേഷണം എന്താണ്? ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നാണ്. നെഹ്റു ട്രോഫി ആരംഭിച്ചത് ഏത് വർഷമാണ്? 1952, 1952-ലാണ്. ആദ്യകാല പേരെന്തായിരുന്നു? പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നാണ്. പിന്നീട് നെഹ്റു ട്രോഫി എന്ന് പുനർനാമകരണം ചെയ്ത 1969-ലാണ്. പ്രഥമ ജേതാക്കൾ നെടുംഭാഗം ചുണ്ടൻ. ഏറ്റവും കൂടുതൽ തവണ ജേതാക്കളായത് കാരിച്ചാൽ ചുണ്ടനാണ്. ഏതാണ്ട് 16 തവണയോളം അവര് കിരീടം നേടിയിട്ടുണ്ട്. നെഹ്റു ട്രോഫി നടക്കുന്ന തീയതി ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ്. വള്ളംകളിയുടെ ട്രാക്കിന്റെ ഏകദേശ ദൂരം 1200 മീറ്റർ ആണ്. പുന്നമടക്കായലിലെ ഫിനിഷിംഗ് പോയിന്റിന് സമീപമുള്ള നെഹ്റുവിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത വർഷം 2012. കേരള ടൂറിസം വകുപ്പ് IPL മാതൃകയിൽ സംഘടിപ്പിക്കുന്ന പ്രൊഫഷണൽ ചുണ്ടൻ വള്ളംകളി മത്സര പരമ്പരയാണ് ഇത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് എന്ന് പറയുന്നത്. ഇത്രയും പോയിന്റ്സ് ആണ് നെഹ്റു ട്രോഫിയെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്. തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ്. ഒരു പ്രാധാന്യം മനസ്സിലാക്കി കൃത്യമായി പഠിക്കുക. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.